സയൻസ് സബ്ജക്റ്റിലെ ഫിസിക്സിൻ്റെ ക്ലാസ്സുകളാണ് ഈ വീഡിയോ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫിസിക്സ് ചോദിക്കുന്നത് LLB എൻട്രൻസ് എക്സാമിന് GKയുടെ ഭാഗമായിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ സയൻസ് റിലേറ്റ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, ഫിസിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ GKയുടെ ഗൈഡ് ഞാൻ ഇറക്കിയിട്ടുണ്ട്, ഫിസിക്സും ബാക്കി എല്ലാ സബ്ജക്റ്റും ഉള്ള. അതിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഗൈഡ് ഓർഡർ ചെയ്യാം. ഇനി നമുക്ക് നേരിട്ട് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഞാൻ ഗൈഡിലെ തുടക്കം ഫിസിക്സിൻ്റെ ചെറിയൊരു ഡെഫിനിഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഫിസിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ ഫിനോമിന. പ്രകൃതിയും പ്രകൃതിയിൽ സംഭവിക്കുന്ന ഫിനോമിനൻസ്, പ്രതിഭാസങ്ങളും, അതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഫിസിക്സ് എന്ന് സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ദ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി ഡിഫൈൻഡ് ആൻഡ് മെഷേർഡ്. ദ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി ഡിഫൈൻ, നമുക്ക് ഡിഫൈൻ ചെയ്യാനും പറ്റും, അത് മെഷർ ചെയ്യാനും പറ്റും. അങ്ങനത്തെ ക്വാണ്ടിറ്റീസിനെയാണ് എന്ത് പറയുന്നത്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഉദാഹരണം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്, ലെങ്ത്ത്, ഫോഴ്സ്, ടെമ്പറേച്ചർ. ഇപ്പോൾ ചൂട് അല്ലെങ്കിൽ ലെങ്ത്ത് അല്ലെങ്കിൽ ഫോഴ്സ്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫൈൻ ചെയ്യാൻ പറ്റും. ടെമ്പറേച്ചർ എന്താണ് ഡിഫൈൻ ചെയ്യാനും പറ്റും, അത് മെഷർ ചെയ്യാനും പറ്റും. ഇപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസ്, 35 ഡിഗ്രി സെൽഷ്യസ്, അങ്ങനെ നമുക്കതിനെ മെഷർ ചെയ്യാനും പറ്റും. അതേപോലെ ടെമ്പറേച്ചറിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ക്വാണ്ടിറ്റീസിനെയാണ് എന്ത് പറയുന്നത്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് അടുത്ത് ഞാൻ പോയിന്റ് കൊടുത്തിരിക്കുന്നത്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് എന്തുണ്ട്? ന്യൂമറിക്കൽ മാഗ്നിറ്റ്യൂഡ് ആൻഡ് എ യൂണിറ്റ്. ന്യൂമറിക്കൽ മാഗ്നിറ്റ്യൂഡും ഒരു യൂണിറ്റും ഉണ്ടെന്ന് പറയുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ 5 മീറ്റർ ലെങ്ത്തിൻ്റെ ഇതായിട്ട് പറയാം 5 മീറ്റർ. 5 മീറ്ററിന് 5 എന്ന് പറയുന്നതാണ് ഈ ന്യൂമറിക്കൽ മാഗ്നിറ്റ്യൂഡ്, 5 എന്ന് പറയുന്നത്. യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് എന്തുണ്ടാവും? ഒരു ന്യൂമറിക്കൽ മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, ഒരു യൂണിറ്റും ഉണ്ടാവും. 5 മീറ്റർ എന്ന് പറഞ്ഞ എക്സാമ്പിൾ ഓർത്ത് വെച്ചാൽ മതി. ഇനി ഞാൻ ഗൈഡിൽ കൊടുത്തിരിക്കുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ദ ഫോളോയിങ് കാറ്റഗറീസ് എന്ന് പറഞ്ഞിട്ട് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ്, ഇങ്ങനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലാദ്യം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് പറയുന്നത് ദീസ് ആർ ദ ബേസിക് ഓർ ബേസ് ക്വാണ്ടിറ്റീസ് വിച്ച് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ. ഉദാഹരണം വെച്ച് പറയുന്നതാണ് നല്ലത്. അതായത് മാസ്, ടെമ്പറേച്ചർ, ലെങ്ത്ത്, ടൈം. ഇപ്പോൾ ടൈം എടുക്കുക. ടൈം എന്ന് പറയുന്ന സംഭവം അത് മാത്രമല്ല, അതിൻ്റെ ബാക്കിലേക്ക് വേറെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ടൈം, ടെമ്പറേച്ചർ, കറണ്ട് അല്ലെങ്കിൽ മാസ് ഏറ്റവും ബേസിക് ആണ്. ബേസിക് ഓർ ബേസ് ക്വാണ്ടിറ്റീസ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്താണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്താണെന്ന് മനസ്സിലാവും. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ദീസ് ക്വാണ്ടിറ്റീസ് ആർ ഫോംഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ഹെൽപ്പ് കൊണ്ട് ഫോം ചെയ്യുന്നതാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഉദാഹരണം പറയുകയാണെങ്കിൽ വോളിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. പക്ഷേ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഏരിയ എടുത്തോ. ഏരിയ എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. ഏരിയ കാരണം ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത്തും ബ്രെഡ്ത്തും ഇൻറ്റു ചെയ്യുമ്പോഴാണ് ഏരിയ കിട്ടുന്നത്. ഏരിയ എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയും ലെങ്ത്തും ബ്രെഡ്ത്തും എന്തായിട്ട് വരും? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് വരും. ഇനി അടുത്തത് കൊടുത്തിരിക്കുന്നത് ഞാൻ സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ് ഉണ്ട്. സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റീസ് വിച്ച് ആർ നൈദർ ഫണ്ടമെൻ്റൽ നോർ ഡിറൈവ്ഡ്. ഫണ്ടമെൻ്റലും അല്ല ഡിറൈവ്ഡും അല്ല. അങ്ങനത്തെ ക്വാണ്ടിറ്റീസിനെയാണ് സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അത് പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും, ഈ രണ്ടെണ്ണമാണ് എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത ഹെഡിങ് കൊടുത്തിരിക്കുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ്. അതിൽ യൂണിറ്റ്സ് 3 ടൈപ്സ് ഉണ്ടെന്ന് പറയുന്നു. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്, ഡിറൈവ്ഡ് യൂണിറ്റ്സ്, സപ്ലിമെൻ്ററി യൂണിറ്റ്സ്. നമ്മൾ നേരത്തെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ് പഠിച്ച പോലെ യൂണിറ്റിനെ എന്ത് പറഞ്ഞു? ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഉണ്ട്, ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഉണ്ട്, സപ്ലിമെൻ്ററി യൂണിറ്റ് ഉണ്ട്. അത് എളുപ്പമുള്ള കാര്യമാണ്. അതിൽ നമുക്ക് ആദ്യം ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്താണെന്ന് നോക്കാം. മൊത്തം 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആണുള്ളത്. ഞാൻ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, ആംബിയർ, കെൽവിൻ, മോൾ, കാൻഡല. ഇങ്ങനെ മൊത്തം 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആണുള്ളത്. ഇപ്പം ലെങ്ത്തിൻ്റെ യൂണിറ്റ് ആണ് മീറ്റർ, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്, ഇലക്ട്രിക് കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ, ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് കെൽവിൻ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് മോള്, ലുമിനസ് ഇൻറ്റൻസിറ്റിയുടെയാണ് കാൻഡല. അതേപോലെ അതിൻ്റെ സിമ്പിളും ഞാൻ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഗൈഡ് നോക്കി പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ ചെറുതായിട്ട് ബ്രീഫായിട്ട് പറഞ്ഞുകൊള്ളൂ, ബാക്കി ടോപ്പിക്കുകളെല്ലാം ഗൈഡ് നോക്കി അത് പഠിക്കണം. അപ്പോൾ ഇതാണ് 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആണുള്ളത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കണം. യൂണിറ്റ്സിനെ
ഒരു CGS സിസ്റ്റം, FPS സിസ്റ്റം ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഗൈഡിൽ അത് കൊടുത്തിട്ടുണ്ട്. CGS സിസ്റ്റത്തിന് ഗോസിയൻ സിസ്റ്റവും അതേപോലെ FPS സിസ്റ്റത്തിന് ബ്രിട്ടീഷ് സിസ്റ്റം എന്നൊക്കെ പറയുന്നുണ്ട്. CGS സിസ്റ്റം എന്ന് പറയുമ്പോൾ ആ സിസ്റ്റത്തിൽ നീളം, ലെങ്ത്തിനെ മെഷർ ചെയ്യുന്ന സെൻറ്റിമീറ്ററിലായിരിക്കും. സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ്, അതാണ് CGS സിസ്റ്റം. CGS സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ്. ഇനി അതേപോലെ FPS വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരും? ഫൂട്ടാണ്. അത് ബ്രിട്ടീഷ് സിസ്റ്റമാണ്. ഫൂട്ട് ലെങ്ത്തിന് സെൻറ്റിമീറ്റർ അല്ല, ഫൂട്ട് പൗണ്ട്. വെയ്റ്റിന് അല്ലെങ്കിൽ മാസിന് ഗ്രാം ആണെങ്കിൽ ഇവിടെ എന്താണ്? പൗണ്ടാണ്. അപ്പം FPS ഫൂട്ട് പൗണ്ട് സെക്കൻഡ്, അങ്ങനെ 2 സിസ്റ്റം ഉണ്ട്. അത് ഞാൻ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ MKS സിസ്റ്റം കൂടിയുണ്ട്. MKS സിസ്റ്റം എന്ന് പറയുമ്പോൾ മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. ആ ഒരു സിസ്റ്റത്തിൽ ലെങ്ത്തിനെ നമ്മൾ മീറ്ററിൽ വെച്ചായിരിക്കും പറയുന്നത്, വെയ്റ്റിന് കിലോഗ്രാം, ടൈം എപ്പോഴും സെക്കൻഡാണ്. അപ്പോൾ ആ 2 സിസ്റ്റവും അതും കൂടി ഞാൻ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കണം. അടുത്തത് ഞാൻ ഗൈഡിൽ 7 ബേസ് യൂണിറ്റ്സ് ഇൻ SI സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. SI സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത്, SI എന്ന് ഉദ്ദേശിക്കുന്നത് സിസ്റ്റം ഇൻ്റർനാഷണൽ ആണ്. അത് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇസ് ദ മോഡിഫൈഡ് ഫോം ഓഫ് MKS സിസ്റ്റം. MKS ഞാൻ പറഞ്ഞിരുന്നു, അതായത് മീറ്റർ കിലോഗ്രാം സെക്കൻഡ്, അതിൻ്റെ മോഡിഫൈഡ് ഫോമാണ് SI സിസ്റ്റം. SI സിസ്റ്റത്തിലും ഓരോ ക്വാണ്ടിറ്റിയും അതിൻ്റെ യൂണിറ്റും എന്താ വരുന്നതെന്ന് ഞാൻ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഈ അടുത്ത് കൊടുത്തിരിക്കുന്നത് ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആണ്. ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്തുണ്ടാക്കുന്നത്, ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്തുകൊണ്ട് ഫോം ചെയ്യുന്ന യൂണിറ്റ്സിന് എന്ത് പറയാം? നമുക്ക് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയും. അതിന് ഞാൻ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. സ്പീഡ്, ഏരിയ, ആക്സിലറേഷൻ. ഇപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്ററും ഉണ്ട്, സെക്കൻഡും ഉണ്ട്. മീറ്റർ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആണ്, സെക്കൻഡ് ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആണ്. അത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് സ്പീഡിൻ്റെ യൂണിറ്റ് ആയിട്ട് എന്ത് വരിക? മീറ്റർ പെർ സെക്കൻഡ് വരിക. അതേപോലെ ഏരിയ ആണെങ്കിൽ എന്ത് വരും? മീറ്റർ സ്ക്വയർ വരും, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, 2 മീറ്റർ ചേർന്നിട്ട്. ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വരും. അപ്പം അങ്ങനെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ ബേസ് യൂണിറ്റ്സ് ഇത് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയും. ഇതിന് ശേഷം ഞാൻ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ എനർജി, ഓരോ ഫോഴ്സ്, എനർജി, പവർ, ഓരോന്നിൻ്റെ യൂണിറ്റ് ഞാൻ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ എല്ലാം ക്ലാസ്സിൽ പറയുന്നില്ല, അത് ഫുള്ള് നിങ്ങൾ പഠിക്കണം. ഇപ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചറിൻ്റെ ആണെങ്കിൽ ഏതാണ്? ഡിഗ്രി സെൽഷ്യസ് ആണ് യൂണിറ്റ്. അതേപോലെ എനർജി, വർക്ക്, ഹീറ്റ്, ജൂള് പറയുന്നുണ്ട്. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഇലക്ട്രിക് ചാർജ് കൂളുംബ് പറയുന്നുണ്ട്. റെസിസ്റ്റൻസ് ഓം. കപ്പാസിറ്റൻസ് ഫാരഡ്. അങ്ങനെ ഫ്രീക്വൻസി ഹെർട്സ്, EMF വോൾട്ട്, അങ്ങനെ കുറേ ഇതിൻ്റെ യൂണിറ്റ്സുകൾ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് ഫുള്ള് പഠിച്ചു വെക്കണം. അത് നിങ്ങൾ ഗൈഡ് നോക്കിയിട്ട് ആ യൂണിറ്റ്സ് ഓരോ ഇതിൻ്റെയും യൂണിറ്റ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി അടുത്തത് ഞാൻ ഗൈഡിൽ കൊടുത്തിരിക്കുന്നത് സപ്ലിമെൻ്ററി യൂണിറ്റ് ആണ്. സപ്ലിമെൻ്ററി യൂണിറ്റിൽ പറഞ്ഞിരിക്കുന്നത് യൂണിറ്റ് ഓഫ് പ്ലെയിൻ ആംഗിൾ ആൻഡ് സോളിഡ് ആംഗിൾ ആർ എക്സാമ്പിൾസ് ഓഫ് സപ്ലിമെൻ്ററി യൂണിറ്റ്. യൂണിറ്റ് ഓഫ് പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റും അതേപോലെ സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സപ്ലിമെൻ്ററി യൂണിറ്റ്. അതായത് പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയനും അതേപോലെ സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് സ്റ്റെറേഡിയനുമാണ്. അപ്പോൾ ഈ 2 യൂണിറ്റിനെയാണ് എന്ത് പറയുന്നത്? സപ്ലിമെൻ്ററി യൂണിറ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് സപ്ലിമെൻ്ററി യൂണിറ്റിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിക്കുക. അപ്പം റേഡിയനും സ്റ്റെറേഡിയനുമാണ്. റേഡിയൻ എന്താണെന്നുള്ളത് ഞാൻ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. 1 റേഡിയൻ ഇസ് ദി ആംഗിൾ സബ്റ്റൻഡഡ് അറ്റ് സെൻറ്റർ ഓഫ് എ സർക്കിൾ ബൈ എൻ ആർക്ക് ഈക്വൽ ഇൻ ലെങ്ത് ടു ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഒരു സർക്കിളിന് റേഡിയസ് ഉണ്ട്. റേഡിയസ് 1 യൂണിറ്റ് ആണ്. അതേപോലെ ഒരു ആർക്കും അതിന് 1 യൂണിറ്റ് ആണ്. അങ്ങനെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് അറ്റത്തേക്ക് റേഡിയസ് ഉണ്ട്. റേഡിയസ് 1 യൂണിറ്റ് ആണ്. പിന്നെ ഒരു ആർക്ക് ഫോം ചെയ്യുന്നു. ആ ആർക്കും 1 യൂണിറ്റ് ആണ്. ഇത് ജോയിൻ ചെയ്യുമ്പം അതിൻ്റെ ഇടയിൽ ഒരു ആംഗിൾ ഫോം ചെയ്യും. ആ ആംഗിൾ എന്ന് പറഞ്ഞാൽ 1 റേഡിയൻ ആയിരിക്കും. അതാണ് 1 റേഡിയൻ. ഇനി സ്റ്റെറേഡിയൻ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞൊരു സർക്കിളാണെങ്കിൽ മറ്റേതൊരു സ്പിയർ ആയിരിക്കും, ഒരു ബോൾ ആയിരിക്കും. അപ്പോൾ ഒരു 3D ഫിഗർ ആയിട്ടാണ് വരിക. ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെ വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റെറേഡിയൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഞാൻ ഗൈഡിൽ കൊടുത്തിരിക്കുന്നത് സ്കേലാർ ക്വാണ്ടിറ്റി ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സ്കേലാർ ക്വാണ്ടിറ്റി ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ പൊതുവായിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിലൊന്നാണ് സ്കേലാർ ക്വാണ്ടിറ്റി, അടുത്തത് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ബട്ട് നോ ഡയറക്ഷൻ. ഡയറക്ഷൻ ഇല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് മാസ്, ലെങ്ത്, ടൈം, വോള്യം, സ്പീഡ്, എനർജി എന്ന് പറഞ്ഞ് ഞാൻ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്.
ഉദാഹരണം പറയുകയാണെങ്കിൽ ലെങ്ത്, ടൈം, വോള്യം, ഇതിനൊക്കെ മാഗ്നിറ്റ്യൂഡ് ഇത്ര വോള്യം അല്ലെങ്കിൽ ഇത്ര സമയം, അതിനൊരു ഡയറക്ഷൻ ഏത് ഡയറക്ഷനിലേക്കാണെന്ന് പറയുന്നില്ല. അപ്പോൾ സ്കെലാർ ക്വാണ്ടിറ്റിക്ക് എന്ത് മാത്രമേ ഉള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. ഇനി അടുത്തത് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമുള്ള ക്വാണ്ടിറ്റീസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് വെലോസിറ്റി കൊടുത്തിട്ടുണ്ട്. സ്പീഡ് സ്കെലാർ ക്വാണ്ടിറ്റി ആണ്, വെലോസിറ്റി എന്താണ്? വെക്ടർ ക്വാണ്ടിറ്റി ആണ്. വെലോസിറ്റി, മൊമെൻറ്റം, ഫോഴ്സ്, ആക്സിലറേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്, ടോർക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ക്വാണ്ടിറ്റീസിന് എന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നതിന് ഒരു ഡയറക്ഷൻ ഉണ്ടാകും. ഏത് ഡയറക്ഷനിലാണ് ഫോഴ്സ് കൊടുത്തത്? അപ്പോൾ അങ്ങനെ ഡയറക്ഷൻ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെക്ടർ ക്വാണ്ടിറ്റി. ഇത്രയും ടോപ്പിക്സ് ആണ് ഈ വീഡിയോയിൽ എടുക്കുന്നത്. ഇപ്പോൾ ഈ സ്കെലാർ ക്വാണ്ടിറ്റി, വെക്ടർ ക്വാണ്ടിറ്റി ഒക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ സ്പീഡ് എന്ന് പറയുന്ന സ്കെലാർ ക്വാണ്ടിറ്റിയും വെലോസിറ്റി എന്തായി? വെക്ടർ ക്വാണ്ടിറ്റിയും. സ്പീഡും വെലോസിറ്റിയും ഏകദേശം സെയിം പോലെയുള്ള സംഭവങ്ങളാണ്. പക്ഷേ സ്പീഡ് സ്കെലാർ ക്വാണ്ടിറ്റിയും വെലോസിറ്റി വെക്ടർ ക്വാണ്ടിറ്റിയുമായി. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് അടുത്ത ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്കിനി ഇന്നെടുത്തത് ചെറുതായിട്ടൊന്ന് റിവൈസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഈ വീഡിയോയിൽ നമ്മൾ തുടങ്ങിയത് ഫിസിക്സ് ആണ്. ഫിസിക്സിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഫിസിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് നേച്ചർ ആൻഡ് നേച്ചർ ഫിനോമിന എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം നമ്മൾ നോക്കിയത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതും അതേപോലെ മെഷർ ചെയ്യാൻ പറ്റുന്നതിന് നമ്മൾ എന്ത് പറഞ്ഞു? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മളതിൽ എക്സാമ്പിളായിട്ട് ലെങ്ത്, ഫോഴ്സ്, ടെമ്പറേച്ചറിനൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാനും പറ്റും, അതേപോലെ അതെന്ത് ചെയ്യാനും പറ്റും? മെഷർ ചെയ്യാനും പറ്റും. പിന്നെ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് എന്തുണ്ടെന്ന് പറഞ്ഞു? ന്യൂമറിക്കൽ മാഗ്നിറ്റ്യൂഡും ഒരു യൂണിറ്റും ഉണ്ട്. അപ്പോൾ 5 മീറ്റർ എന്ന് പറയുമ്പോൾ 5 എന്ന് പറയുന്ന ന്യൂമറിക്കൽ മാഗ്നിറ്റ്യൂഡും അതിൻ്റെ യൂണിറ്റാണ് മീറ്റർ. പിന്നെ നമ്മൾ പറഞ്ഞ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻടു ദ ഫോളോയിങ് കാറ്റഗറീസ്. എന്തൊക്കെയുണ്ട്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ട്, സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്ന ബേസ് ക്വാണ്ടിറ്റീസ് ആണ്. ഉദാഹരണം നമ്മൾ പറഞ്ഞ ലെങ്ത്, ടൈം, കറണ്ട്, അത് ഏറ്റവും ഫണ്ടമെൻ്റൽ ആണ്. ഇനി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്താണെന്ന് പഠിക്കുമ്പോൾ നമുക്ക് ഫണ്ടമെൻ്റൽ എന്താണെന്ന് മനസ്സിലാവും. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫോംഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ഹെൽപ്പ് കൊണ്ട് ഫോം ചെയ്യുന്നതിനെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഉദാഹരണം നമ്മളൊരു വോളിയം എടുത്തു കഴിഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത്തും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അത് വെച്ച് ഫോം ചെയ്ത ക്വാണ്ടിറ്റിയാണ് ഏരിയ ഇപ്പം എന്താണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റി പറഞ്ഞു പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. ഇനി ഇതിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് അടുത്തത്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഉണ്ട്, ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഉണ്ട്, സപ്ലിമെൻ്ററി യൂണിറ്റ് ഉണ്ട്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് നമ്മൾ ഇത് പറഞ്ഞു there are 7 ഏഴെണ്ണമാണ്. ഏഴെണ്ണവും പറഞ്ഞിരുന്നു: മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, ആംബിയർ. അതിൻ്റെ സിമ്പിളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ ഇത് പഠിക്കുമ്പോൾ നമുക്ക് 3 സിസ്റ്റം CGS, MKS, FPS ഇങ്ങനെ 3 സിസ്റ്റം അറിഞ്ഞിരിക്കണം. CGSൽ സെൻറ്റിമീറ്റർ, ഗ്രാം, CGS സെൻറ്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. MKSൽ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. അതേപോലെ FPSൽ ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്. പിന്നെ SI പറഞ്ഞു. SI എന്ന് പറയുന്നത് ഈസ് ദ മോഡിഫൈഡ് ഫോം ഓഫ് MK സിസ്റ്റം എന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം ഡിറൈവ്ഡ് യൂണിറ്റ്സ് എടുത്തു. ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ മീറ്റർ സ്ക്വയർ, അതേപോലെ ആക്സിലറേഷൻ്റെ യൂണിറ്റ്, സ്പീഡിൻ്റെ യൂണിറ്റ്, ഇതിൻ്റെയൊക്കെ ഡിറൈവ്ഡ്, അതായത് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന യൂണിറ്റ്സിനെയാണ് എന്ത് പറയുന്നത്? ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ ഗൈഡിൽ കുറേ ക്വാണ്ടിറ്റീസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, അതൊക്കെ കാണാപ്പാഠം പഠിക്കണം. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. എനർജി വർക്ക് ഹീറ്റിൻ്റെ യൂണിറ്റ് ജൂള്. ഇലക്ട്രിക് ചാർജ് കൂളും. റെസിസ്റ്റൻസ് ഓം, കപ്പാസിറ്റൻസ്, ഇൻഡക്റ്റൻസ് ഹെൻറി. അങ്ങനെ എല്ലാ യൂണിറ്റ്സും അത് പഠിക്കണം. EMFൻ്റെ വോൾട്ട്, കാറ്റലിക് ആക്ടിവിറ്റി, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ യൂണിറ്റ്സുകൾ പഠിക്കണം. പിന്നെ അതിന് ശേഷം സപ്ലിമെൻ്ററി യൂണിറ്റിൽ 2 എണ്ണമാണ്: റേഡിയനും സ്റ്റെറേഡിയനും. റേഡിയൻ എന്താണെന്ന് പറഞ്ഞു? ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ 1 യൂണിറ്റ് റേഡിയസ്, ആർക്ക് ലെങ്ത്തും 1 യൂണിറ്റ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫോം ചെയ്യുന്ന ആ ഒരു ആംഗിളിനാണ് റേഡിയൻ. പിന്നെ സ്റ്റെറേഡിയൻ ആകുമ്പോൾ ഒരു സ്പിയറായി മൊത്തം വട്ടത്തിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണ്. അത് നോക്കി വെച്ചാൽ മതി. അതിനുശേഷം സ്കേലാർ ക്വാണ്ടിറ്റിയും വെക്ടർ ക്വാണ്ടിറ്റിയും നോക്കി. സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ സ്കേലാർ ക്വാണ്ടിറ്റിക്ക് ഉള്ളി മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഡയറക്ഷൻ ഉണ്ടാവില്ല. അതിനുശേഷം വെക്ടർ ക്വാണ്ടിറ്റി ആണെങ്കിൽ എന്തുണ്ടാവും? ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഉണ്ടാവും. മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, ഡയറക്ഷൻ ഉണ്ടാവും. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് വോളിയം ഒക്കെ ആണെങ്കിൽ ഇത്ര വോളിയമാണ് ഇതിന് അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രം ഇത്ര വോളിയം.
അല്ലാണ്ട് എന്ത് പറയുന്നില്ല, അതിൻ്റെ ഡയറക്ഷൻ പറയുന്നില്ല. വെക്ടർ ക്വാണ്ടിറ്റിക്ക് ഉദാഹരണം ഫോഴ്സ് എടുത്താൽ മതി. ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് നമ്മൾ തള്ളുന്നുണ്ട്, അപ്പോൾ അത് വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് ഇതിലെടുത്തത്. ഇനി അടുത്ത ടോപ്പിക്കിൽ നമ്മൾ റെസ്റ്റ് ആൻഡ് മോഷൻ എടുക്കും. അതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ ക്ലിയർ ആവും.